السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ക്ലാസ്സുകൾ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ, ഇന്ന് നമ്മുടെ വിഷയം എന്താണ്? അത്തസവുഫ് അസ്സുന്നിയ അൽ ഹഖീഖിയ്യ. എന്തുകൊണ്ട് ഈ കാര്യം ചർച്ച ചെയ്യുന്നു? ഇന്ന് തസവുഫിൻ്റെ പേരിൽ പല വ്യാജന്മാരും പല ത്വരീഖത്തും ഏതുപോലെ വ്യത്യസ്ത മേഖലകളിൽ വ്യാജ പ്രൊഡക്റ്റുകൾ വരുന്നത് പോലെ ഇസ്ലാമിൻ്റെ പേരിലും പല വ്യാജ പ്രൊഡക്റ്റുകൾ രംഗത്ത് വരുന്നുണ്ട്. അതിന് കൂട്ടുനിൽക്കുന്നത് ആരാണ്? വ്യാജ പ്രൊഡക്റ്റിന് ഒന്ന് മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, അതുപോലെ ഇസ്ലാമിന് ശത്രുക്കൾ, അതുപോലെ വിവരമില്ലാത്ത സാധാരണക്കാരും മുസ്ലിയാക്കന്മാരുമാണ്. നമ്മുടെ തസവുഫിൻ്റെ മേഖല എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. തസവുഫ് അസ്സുന്നിയ. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അത്തഹല്ലിയ ഖബല തഹല്ലിയ, നമ്മുടെ ഹൃദയ ശുദ്ധീകരണം. ഹൃദയ ശുദ്ധീകരണത്തിന് ശേഷം ഹൃദയത്തിൽ നന്മകളെ ഉൾക്കൊള്ളുന്ന ഹൃദയമാക്കി മാറ്റുക. അത് ഖുർആൻ്റെ കൽപ്പനയാണ്. ഖുർആൻ്റെ കൽപ്പനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പ്രവാചകർ അള്ളാഹു നിയോഗിച്ചത് ഖുർആൻ സുന്നത്തും പഠിപ്പിക്കുക മാത്രമല്ല, വയുസക്കീഹിം, യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഓതി കേൾപ്പിക്കുക. ആദ്യമായി ചെയ്യേണ്ട കാര്യം ഏത് പ്രബോധകനും പ്രഭാഷകനും ഉസ്താദും മൗലവിമാരും ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ഏറ്റവും മനുഷ്യഹൃദയത്തെ സ്വാധീനിക്കുന്ന ഖുർആൻ്റെ ആയാത്തുകൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ തിരുസുന്നത്തുകൾ, അതിന് മനുഷ്യഹൃദയത്തെ സ്വാധീനിക്കാനുള്ള മിറാക്കിൾസാണ്, മുഅ്ജിസാത്തുകളുണ്ട്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കുന്നതിനാണ് അതേ ഖുർആൻ സുന്നത്തും ഒരു കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം ആ മേഖല ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. ഇസ്ലാം ഒരു ഇൻറ്റഗ്രൽ, ഒരു പരിപൂർണമായ സമ്പൂർണ്ണമായ ഇസ്ലാമിൽ, ഒരു ഹോളിസ്റ്റിക് ഇസ്ലാമിൽ അതിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് അഖീദ ബന്ധപ്പെട്ട വിഷയം, ഒന്ന് ഈ അഖീദകളൊക്കെ രൂഢമൂലമായിക്കൊണ്ട് അവനെ ശുദ്ധീകരിക്കുന്ന തസവുഫ്, 3 ശരീഅത്തിൻ്റെ ബാഹ്യ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ ശരീഅത്ത് ബന്ധപ്പെട്ട ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ അഹ്കാമുകൾ, വിധിവിലക്കുകളാണ് കൂടുതലും ചർച്ച. അതും മനുഷ്യബന്ധപ്പെട്ട വിധിവിലക്കുകളാണ്. ശരീഅത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹിഫ്ലുദ്ദീൻ, വഹിഫ്ലുൻ നഫ്സ്, വഹിഫ്ലുദ്ദം, വഹിഫ്ലുൽ മാൽ, വഹിഫ്ലുൽ അഖൽ, ഇങ്ങനെ 5 കാര്യങ്ങൾ, മനുഷ്യബന്ധപ്പെട്ട 5 കാര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ശരീഅത്ത്. ആ ശരീഅത്തിൽ അത് ഉൾക്കൊള്ളണമെങ്കിൽ അടിയുറച്ച ഈമാൻ വേണം. അവൻ പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ട മുത്തഖിയാവണം. ഇങ്ങനെ നടക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് തസവുഫ്. അതുകൊണ്ട് തസവുഫിനെ പറ്റി എഴുതപ്പെട്ട നമ്മുടെ നാട്ടിലെ ബേസിക് ഗ്രന്ഥങ്ങളിൽ പോലും എന്താണ് അത് ഈ വിഷയം കാണാൻ സാധിക്കും. എന്താണ് അത് പറയുന്നത്? കുല്ലു തരീഖി മശായിഖിൻ ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസി തഹസ്സുല. അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി അറിയപ്പെടുന്ന പല വഴികളുമുണ്ട്. ആ വഴിയുടെ അടിസ്ഥാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച തരീഖത്താണ്. അപ്പോൾ ഒന്ന് ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് എന്നൊക്കെയുള്ള ചില ടേംസൊക്കെ പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒന്ന് നമ്മുടെ യഥാർത്ഥ ശരീഅത്ത് നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ, നമ്മുടെ ഇഹപര സംരക്ഷണത്തിന് നൽകിയ അള്ളാഹുവിൻ്റെ ഹിദായത്ത്. ആ ശരീഅത്ത് നിയമങ്ങൾ അത് പരിപൂർണമായും പാലിക്കണം. അതാണ് ശരീഅത്ത്. അത്
ഉദ്ഖുലു ഫിസ്സിൽമി കാഫ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, അള്ളാഹുവിൻ്റെ ആ ശരീഅത്തിൽ, ദീനിൽ പരിപൂർണമായും പ്രവേശിക്കണം. 2, അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഏത് വഴിയാണ്? ഇദല ദലീലുൻ അല ത്വരീഖി ഇലൽ ഇലാഹ് ഇലൽ മുതാബിഅതിർ റസൂലിൽ മുക്മില. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുൽ ഹാദിഹി സബീലി, എൻ്റെ വഴി, ഖുർആൻ സുന്നത്തും. അതുപോലെ ഇതേ കാര്യങ്ങൾ തസവുഫിൻ്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. എന്താണ്? അള്ളാഹുവിലേക്കെത്താൻ ഇദല ദലീലുൻ അല ത്വരീഖി ഇലൽ, അള്ളാഹുവിലേക്കെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണ്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും അനുധാവനം ചെയ്യുന്ന വഴി. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ അതേ സൃഷ്ടിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമ്മളെപ്പോലത്തെ മനുഷ്യനാണോ? അല്ല, ഒരിക്കലുമല്ല. സമ്പൂർണ്ണ മനുഷ്യൻ, അൽ ഇൻസാൻ അൽ മുക്മിൽ, അർ റസൂൽ അൽ മുക്മിൽ, പരിപൂർണമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ പരിപൂർണമായ മനുഷ്യൻ. നമ്മളൊക്കെ മനുഷ്യക്കോല മാത്രമേ ഉള്ളൂ. അങ്ങനെ പരിപൂർണമായ മനുഷ്യരായ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും അനുധാപനം ചെയ്യണം. അവരുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ചലനങ്ങൾ, നീക്കങ്ങൾ, ജീവിതത്തിലെല്ലാ മേഖലയും അനുധാപനം ചെയ്യുമ്പോൾ അതാണ് എന്ത്? തരീഖത്ത്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഹഖീഖത്ത്, റിയാലിറ്റി. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തസവുഫിൻ്റെ മേഖലയിൽ തസവുഫ് അസ്സുന്നിയ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് അവസ്ഥ എന്താണ്? ഇപ്പോൾ തരീഖത്തിൻ്റെ നമ്മളറിയപ്പെടുന്ന തരീഖത്തുകൾ, ഒന്ന് തരീഖത്ത് ജീലാനി, അതുപോലെ തന്നെ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാ അവരുടെ പേര് അറിയപ്പെടുന്ന തരീഖത്ത്, അതുപോലെ പിന്നെ നക്ഷബന്ദി, സുഹുർവദി, ഷാദിലി, അറിയപ്പെട്ട തരീഖത്ത് പലതുമുണ്ട്. ഇതിലൊക്കെ 4-5ഓളം മെയിൻ, അതിൻ്റെ ശാഖ ഉപശാഖ, അതിൽ വ്യാജവും സത്യവും കലർത്തിക്കൂട്ടിക്കൊണ്ട് ആകെ ഒരു കലുഷിതമായ അന്തരീക്ഷമാണ്. 75ഓളം തരീഖത്തുകൾ എന്ന് പിന്നെ ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ 10-30ഓളം തരീഖത്തും, അതിൽ വ്യാജന്മാരുമുണ്ട്, കള്ളന്മാരുമുണ്ട്, പറ്റിക്കുന്നവരുമുണ്ട്. അതിൽ പിന്നെ മതമൈത്രി എന്ന് പറയുന്ന ചേകന്നൂരി ആശയമുള്ളവരുമുണ്ട്, അതിൽ സത്യനിഷേധികളുമുണ്ട്. എല്ലാം കൂടി ഇപ്പം അടുത്ത് 2 ആഴ്ച മുമ്പുണ്ടാക്കിയ തരീഖത്താണ് എന്ത്? നമ്മുടെ കേരള തരീഖത്ത് സംഘടന ഉണ്ടാക്കി. കേരള തരീഖത്ത് സംഘടന. അതിൽ കാവികളുമുണ്ട്, സംഘികളുമുണ്ട്, അതിൽ തോന്നിവാസികളായ മുസ്ലിയാക്കന്മാരുമുണ്ട്. ദീനിനെ വിലമാക്കുന്ന എത്രത്തോളം പേര് പറഞ്ഞു, പ്രവാചകർ അള്ളാഹു നിയോഗിച്ചത് മതം പഠിപ്പിക്കാനല്ല, പ്രവാചകർ അള്ളാഹു നിയോഗിച്ചത് സ്നേഹം പഠിപ്പിക്കാനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പല അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളുടെ പേരിൽ കള്ള ആരോപണങ്ങൾ നൽകിക്കൊണ്ട് അവർ പുതിയ ഒരു സമവായനയിലൂടെ ഒരു പുതിയൊരു ആദർശം, പുതിയൊരു മതം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ സത്യവിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മൻ യഅ്ശ് മിൻകും മിൻ ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ വിട്ടേച്ചു പോയത് തറക്തുക്കും അലൽ മഹജ്ജത്തുൽ ബൈളാ, ഏറ്റവും ഉത്കൃഷ്ടമായ, പ്രജ്വലമായ, തിളങ്ങി നിൽക്കുന്ന മഹജ്ജത്തുൽ ബൈളാ, തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. മഹജ്ജത്തുൽ ബൈളാ, വ്യക്തമായ, സ്പഷ്ടമായ, ക്രിസ്റ്റൽ ക്ലിയർ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ വിട്ടേച്ചു പോയത്. ഇന്നും ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണമായിട്ടുള്ള ആ ഹിദായത്ത്, ഖുർആനും സുന്നത്തും ഖിയാമത്ത് നാൾ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുമായിട്ട് താൽക്കാലികമായി ഇവിടുന്ന് വാസിൽ മറഞ്ഞു കിടക്കുന്ന പ്രവാചകർ വഫാത്തായി പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിപ്പുണ്ട്. ആ പ്രവാചകരുടെ പ്രകാശം 100 ശരീഅത്ത് ഇന്ന് 100% മഹജ്ജത്തുൽ ബൈളാ ആയിക്കൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തറക്തുക്കും അലൽ മഹജ്ജത്തുൽ ബൈളാ ലൈലുഹാ കനഹാരിഹ, അതിൻ്റെ രാത്രി പകൽ പോലെയാണ്. അതുകൊണ്ട് അത്രത്തോളം വ്യക്തമായ ഈ തെളിവ് നമ്മുടെ മുമ്പിലിരിക്കെ വമൻ യഅ്ശ് മിൻകും, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വഴികാട്ടുകയാണ്. മിൻ ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങൾ, ഇഖ്തിലാഫ് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ ഫതമസ്സകു അലൈഹാ ബിൻ നവാജിദ് വഅദ്ദുഹ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും വഴികാട്ടുന്നുണ്ട് നമുക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്ത് എൻ്റെയും എൻ്റെ ഖുലഫാ റാഷിദിൻ്റെയും ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട്, അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറണം. നിങ്ങൾ ഫഅലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയാണ് എന്ത്? വഇയ്യാക്കും വൽ മുഹ്ദാത്തുൽ ഉമൂർ,
പിൽക്കാലത്ത് കാണപ്പെടുന്ന ഇസ്ലാമിൻ്റെ ആശയത്തിന് വിരുദ്ധമായ ബിദ്അത്തുകൾ കണ്ടാൽ അത് ഒഴിവാക്കണം. എന്തുകൊണ്ട്? എല്ലാ ബിദ്അത്തും എന്താണ്? അത് മാർഗദംശനമാണ്. എല്ലാ മാർഗദംശനവും അത് നരകത്തിലേക്കാണ്. അപ്പോൾ ഈ ചുറ്റുപാട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മളൊക്കെ ആ ഇസ്ലാമിൻ തസൗഫ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഹൃദയ ശുദ്ധീകരണം. എന്താണ് തസൗഫിൻ്റെ അടിസ്ഥാനം? എന്താണ്? ശരീഅത്തിനോട് പരിപൂർണമായും യോജിച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാണിക്കുന്ന തരീഖത്തിലൂടെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ, ആ വഴി ആര് കാണിച്ചാലും, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തുന്ന വഴി, അത് ഏത് നല്ല ഹക്കിൻ്റെ ത്വരീഖത്ത് കാണിച്ചാലും സ്വീകരിക്കാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇപ്പോൾ വ്യാജവും കള്ള തരീഖത്തും സംഘീ തരീഖത്തും മറ്റ് ഭൗതികവാദ അതിൽ നിലകൊള്ളുന്ന ത്വരീഖത്തൊക്കെ രംഗത്തുണ്ട്. ഇവിടെ മനുഷ്യ പഴപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പഴപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമസ്ത അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ സമസ്ത 10-15ഓളം തരീഖത്തിന് അവർ അഹ്ലുൽ ബിദ്അഹ്, അതിൽ കുഫ്റുമുണ്ട്, പിന്നെ ഷിർക്കുമുണ്ട്, ബിദ്അത്തുമുണ്ട്, പുറത്താക്കിയിരിക്കുക. പക്ഷേ അവരും എങ്ങനെ അറിയപ്പെടുന്നത്? ഞങ്ങളും സുന്നികളാണ്, ഞങ്ങൾ അഹ്ലുസ് സുന്നയാണ്, ഞങ്ങൾ തരീഖത്ത് ശരിയാണ്, അവർ വാദഗതി. അതുകൊണ്ട് ആരും നമ്മുടെ യൂട്യൂബിലൂടെ ക്ലിപ്പിൽ കാണപ്പെടുന്ന മുസ്ലിയാക്കന്മാരുടെ അല്ലെങ്കിൽ കള്ള തരീഖത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കുരുവട്ടൂർ തരീഖത്ത്, അവൻ്റെ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സംഘീ തരീഖത്ത് രംഗത്ത് വന്നത്. ഇപ്പോൾ അടുത്ത് ഒരാഴ്ച മുമ്പ് നിങ്ങളെല്ലാം അത് കേട്ടിട്ടുണ്ടാവും. അതിൽ ധരിച്ചവരോട് പറയുകയാണെന്നറിയോ, പ്രവാചകർ അള്ളാഹു നിയോഗിച്ച് മതം പഠിപ്പിക്കാനുള്ള മതം എന്നുകൊണ്ട് നമ്മൾ ചുരുങ്ങരുത്, മറിച്ച് മനുഷ്യസ്നേഹം. തീർച്ചയായിട്ടും മതമില്ലാതെ എങ്ങനെയാണ് മനുഷ്യസ്നേഹം? അള്ളാഹുവിനെ മനസ്സിലാക്കാതെ എങ്ങനെയാണ് മനുഷ്യസ്നേഹം? അള്ളാഹുവിൻ്റെ ഹബീബിനെ മനസ്സിലാക്കാതെ എങ്ങനെയാണ് മനുഷ്യസ്നേഹം? അപ്പോൾ അടിസ്ഥാനത്തെ തെറ്റിച്ചുകൊണ്ട് ചില വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ നീൾപ്പിൻ്റെ പ്രശ്നം ഉദ്ധരിച്ചുകൊണ്ട് അവർ ഒരു കപട അല്ലെങ്കിൽ വ്യാജ തരീഖത്തും രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? മൻ തസവ്വഫ, ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞ പോലെ, വമൻ തസവ്വഫ, ആരെങ്കിലും സൂഫിയാവുകയാണെങ്കിൽ, വലം യതഫഖഹ, അവൻ ദീനിൽ ഫിഖ്, ദീനിൻ്റെ ശരീഅത്ത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ഫഖദ് തസന്ദഖ, അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്, പുറത്തു പോകും. അതുപോലെ ഫമൻ തഫഖഹ, ആരെങ്കിലും വലിയ ഫഖീഹാണ്, വലിയ പണ്ഡിതനാണ്, വലിയൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പണ്ഡിതനാണ് എന്ന് വാദിക്കുകയും, വലം യതസവ്വഫ, അവൻ സൂഫി ആശയങ്ങൾ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ തസവുഫ് എന്താണ്? അത് ഹൃദയശുദ്ധീകരണം, അതുപോലെ സുഹദ്, ഭൗതിക പരിത്യാഗം, അതുപോലെ ഇള്ളൽ തൃപ്തിപ്പെടുക, അതുപോലെ നല്ല സ്വഭാവം, ഇതൊക്കെ അവൻ സ്വായത്തമാക്കുന്ന സരണിയിൽ ഇല്ലെങ്കിൽ ഫഖദ് എന്താണ്? ഫഖദ് അവൻ തീർച്ചയായിട്ടും എന്താവും? അവൻ തഫസ്സഖ, ഫിസ്കിലേക്ക് പോകും. അപ്പോൾ ഈ ഫിഖ്ഹും തസവ്വുഫും അംഗീകരിച്ചുകൊണ്ട് നല്ല നിലക്ക് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിം ആവാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അതുകൊണ്ട് തസവ്വുഫിനെ പാടെ തള്ളിക്കളയല്ല, മറിച്ച് തസവ്വുഫ് സുന്നി അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ തസവ്വുഫിൻ്റെ പണ്ഡിതന്മാർ ആരെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാകാത്ത അവസ്ഥയിൽ സമസ്ത നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഉസ്താദ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീനിൻ്റെ കാര്യം മനസ്സിലാക്കിയ നല്ല എക്സ്പേർട്ടായിട്ടുള്ള നല്ലൊരു ഉസ്താദിനെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അഹ്ല ദിക്റിനോട്, നമുക്ക് ഏതെങ്കിലും ഷേഖിൻ്റെ പിന്നിൽ കൂടാൻ പറ്റില്ല. മല്ലാ ലഹു ഷേഖ് ഫഷേഖു ഷെയ്ത്താൻ പറഞ്ഞുകൊണ്ട് ഷേഖില്ലാത്തവൻ അവൻ്റെ ഷേഖ് ഷെയ്ത്താനാണ് എന്ന് വരുന്ന ഒരു ആശയമുണ്ട്. അത് കള്ള ഹദീസാണെങ്കിൽ അതിൻ്റെ ആശയം ഒരളവോളം ശരിയാണ്. എന്തുകൊണ്ടാണ്? നമുക്കൊരു ഷേഖ് വേണം, നമ്മളെ മുന്നോട്ട് ഗമിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മൾ വഴി കാണിക്കുന്ന നല്ലൊരു പണ്ഡിതൻ വേണം. അർത്ഥത്തിലാണ് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഗൂഗിളിലൂടെയും യൂട്യൂബിലൂടെയും. പക്ഷേ അതേ സ്ഥലത്ത് ഒരു ഉസ്താദ് വേണമല്ലോ. ആ നിലക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന, മുസ്ലിമത്തിനെ സ്നേഹിക്കുന്ന, മുസ്ലിങ്ങൾ വിഭാഗീയത ഇഷ്ടപ്പെടാത്ത, നല്ല മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന, നല്ല വിവരമുള്ള, കാഴ്ചപ്പാടുള്ള, വ്യത്യസ്ത മ്ലേച്ഛന്മാരെയും അതുപോലെ തന്നെ കുബുദ്ധികളെയും അതുപോലെ തന്നെ വ്യാജന്മാരെയും മനസ്സിലാക്കിയിട്ടുള്ള നല്ല ഫിഖ്ഹുള്ള നല്ല ആലിമിനെ നമ്മൾ എന്താക്കണം? നമ്മൾ സ്വന്തം ഷേഖായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉള്ള പണ്ഡിതന്മാർ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് സമസ്തയിലും അല്ലാത്തതിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല ഒരു ഉത്ഭുതത്തോടു കൂടി പിഴവിൽപ്പെട്ടു പോകാതെ, മാർഗവംശത്തിൽപ്പെട്ടു പോകാതെ, ബിദ്അത്തിൻ്റെ തസവ്വുഫിൽ പെട്ടു പോകാതെ, അതുപോലെ തന്നെ മറ്റ് വ്യാജ തരീഖത്തിൽപ്പെട്ടു പോകാതെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അതിന് ശരിക്കും വിജ്ഞാനത്തിൻ്റെ നമ്മുടെ കയ്യിൽ എന്ത് വേണം? വിജ്ഞാനം നമ്മൾ കരസ്ഥമാക്കണം. നമ്മുടെ അടിസ്ഥാനം പഠിക്കണം, ഖുർആൻ സുന്നത്തും പഠിക്കണം. അത് ശരിക്കും പഠിച്ചുകൊണ്ട് എൻ്റെ പ്രവാചകർ കാണിച്ച വഴിയേത്, എൻ്റെ യഥാർത്ഥ വഴിയേത്, ഏത് മേഖലയിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച
രീതി ഏത് എന്ന് മനസ്സിലായിക്കൊണ്ട് എന്ന് ചോദിക്കുന്ന നല്ലൊരു ക്രിട്ടിക്കൽ മൈൻഡ് നമ്മൾ ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് യഥാർത്ഥ സുന്നിയായി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.